റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഭീകരമായ മാനസിക പീഡനത്തിനും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശാരീരികമായ പീഡനത്തിന് പോലുമുള്ള പരിശ്രമങ്ങൾ നടന്നു എന്ന് കരഞ്ഞുകൊണ്ടാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അവർക്കുണ്ടായിട്ടുള്ള മാനസിക പീഡനം ഒരു തരത്തിലും കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. മാത്രവുമല്ല, 3 പെൺകുട്ടികളുമായി അവർ വന്നപ്പോൾ അവരുടെ ബാഗ് അടക്കം അടിവസ്ത്രങ്ങളടക്കം പരിശോധിക്കുകയാണ്. ആ പരിശോധിക്കുന്നതൊന്നും പോലീസല്ല, പരിശോധിക്കുന്നത് ബജ്രംഗദൾ പ്രവർത്തകരാണ്. അവരോട് മൂങ്ങയെപ്പോലെ, ഒരക്ഷരം മിണ്ടാതെ മൂങ്ങയെപ്പോലെ ഇരിക്കണമെന്നാണ് ഈ 2 സിസ്റ്റേഴ്സിനോട് ബജ്രംഗദളിൻ്റെ പ്രവർത്തക നേതൃത്വത്തിലുള്ള പാർലമെൻ്ററി പ്രതിനിധി സംഘം, അതോടൊപ്പം ഞാനും ശ്രീ ഫ്രാൻസിസ് ജോർജും ശ്രീ ബെന്നി ബെഹനാൻ്റെ നേതൃത്വത്തിലുള്ള AICC പാർലമെൻ്ററി പ്രതിനിധി സംഘത്തോടൊപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് സന്ദർശിച്ചു. ജയിലിൽ കഴിയുന്ന 2 സന്യാസിനി സഹോദരിമാരെയും ഞങ്ങൾ നേരിൽ കണ്ടു. അവരുമായി ഏതാണ്ട് 15 മിനിറ്റോളം സംസാരിച്ചു. അതിനുശേഷം ഛത്തീസ്ഗഡ് സംസ്ഥാന മുഖ്യമന്ത്രിയുമായി 20 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി അദ്ദേഹവുമായി വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ അവിടുത്തെ ബിഷപ്പ് അടക്കമുള്ള, കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ഞങ്ങളുടെ ഡെലിഗേഷൻ ആശയവിനിമയം നടത്തിയതിനു ശേഷം ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് എത്തിച്ചേർന്നത്. അവിടുത്തെ സിറ്റുവേഷനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഞങ്ങൾ AICCക്ക് സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ KC വേണുഗോപാൽ, അതുപോലെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് 2 പേരും ഇന്ന് ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചു. ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാരും ഒറ്റക്കെട്ടായി ഈ പ്രശ്നം ഗൗരവതരമായി നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണമെന്നും ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ കടന്നാക്രമണത്തിൻ്റെ തുടർച്ചയാണ് ഛത്തീസ്ഗഡിൽ ജൂലൈ മാസം 25-ാം തീയതി ഉണ്ടായത്. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വെല്ലിലിറങ്ങി അടക്കം പ്രതിഷേധം നടത്തി. കേരളത്തിൽ നിന്നുള്ള MP-മാർ ശക്തമായ പ്രതിഷേധം നടത്തി. അതിനുശേഷമാണ് ഞങ്ങൾ 3 പേരും സാന്ദർഭികമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുമായി ചർച്ച ചെയ്യാനുള്ള ഒരവസരം ലഭിച്ചു. ആ അവസരത്തിൽ ഞങ്ങൾ ഇന്നലെ പോയി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അദ്ദേഹവുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തി. അദ്ദേഹം പറഞ്ഞത്, ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ രാഷ്ട്രീയമായോ മതപരമായിട്ടുള്ള ഒരു വിവേചനവും ഉണ്ടാകില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടിയുമില്ല എന്ന നിലയിൽ ആ സംഭവത്തിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള വിശദീകരണം ഞങ്ങൾക്ക് നൽകി. മാത്രവുമല്ല, ഒരു കാര്യം അദ്ദേഹം ഉറപ്പ് നൽകി, ഈ കാര്യത്തിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ, അതായത് 2 കന്യാസ്ത്രീ സഹോദരിമാർ ജയിൽ വിമോചിതയാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ വളരെ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഞങ്ങളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. എന്ത് നടപടി സംസ്ഥാന പോലീസ് വകുപ്പും ആഭ്യന്തര വകുപ്പും പ്രോസിക്യൂഷനും സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ വീണ്ടും വിഷയം ഗൗരവതരമാണ്. കാരണം നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ അധീനതയിലുള്ള, അല്ലെങ്കിൽ NIA കേസുകൾ നടത്തുന്ന കോടതിയിലേക്ക് കേസ് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. ഞങ്ങളുമായി നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന ചർച്ചയിൽ അദ്ദേഹം സൂചിപ്പിച്ചത്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ജയിൽ വിമോചിതയാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുഭാവപൂർവമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ 3 പാർലമെൻറ്റ് അംഗങ്ങൾ സാന്ദർഭികമായി കണ്ടപ്പോൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയുമായും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം കണ്ട കാര്യവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ പശ്ചാത്തലത്തിലാണ് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. ഞങ്ങൾ വളരെ പ്രത്യാശയോടുകൂടിയാണ്, പ്രതീക്ഷയോടുകൂടിയാണ് നിന്നത്. ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജാമ്യാപേക്ഷ നൽകി NIA കോടതിയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേസുകളാണ് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്നത്. ഇതിനകത്ത് എന്ത് ദേശസുരക്ഷയാണ് ഈ കേസിനകത്തുള്ളത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പ്രോസിക്യൂഷൻ ആവശ്യപ്പെടാതെ NIA കോടതിയിലേക്ക് മാറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായതിനു ശേഷം ആ കാര്യത്തിൽ പ്രതികരിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയി ഞങ്ങൾക്ക് ലഭിച്ച പ്രഥമ വിവരം, ആ 2 കന്യാസ്ത്രീ സഹോദരിമാരെ അകാരണമായി ഒരു കാര്യവും കൂടാതെ മനുഷ്യക്കടത്തിൻ്റെ പേരിൽ, മതപരമായ പരിവർത്തനം ചെയ്തതിൻ്റെ പേരിൽ അവരെ 2 പേരെയും അറസ്റ്റ് ചെയ്യുക, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും പോലീസ് സ്റ്റേഷനിൽ വെച്ചും
ഭീകരമായ മാനസിക പീഡനത്തിനും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശാരീരികമായ പീഡനത്തിന് പോലുമുള്ള പരിശ്രമങ്ങൾ നടന്നു എന്ന് കരഞ്ഞുകൊണ്ടാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അവർക്കുണ്ടായിട്ടുള്ള മാനസിക പീഡനം ഒരു തരത്തിലും കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. മാത്രവുമല്ല 3 പെൺകുട്ടികളുമായി അവർ വന്നപ്പോൾ അവരുടെ ബാഗ് അടക്കം അടിവസ്ത്രങ്ങളടക്കം പരിശോധിക്കുകയാണ്. ആ പരിശോധിക്കുന്നതൊന്നും പോലീസല്ല, പരിശോധിക്കുന്നത് ബജ്രംഗദൾ പ്രവർത്തകരാണ്. അവരോട് മൂങ്ങയെപ്പോലെ ഒരക്ഷരം മിണ്ടാതെ മൂങ്ങയെപ്പോലെ ഇരിക്കണമെന്നാണ് ഈ 2 സിസ്റ്റേഴ്സിനോട് ബജ്രംഗദളിൻ്റെ പ്രവർത്തകർ നിർദ്ദേശിച്ചത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന് ശേഷം വീണ്ടും ഈ 2 മാരകമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചേർത്ത് FIR സമർപ്പിക്കുക, ജാമ്യാപേക്ഷ വരുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കുക, NIA കോടതിയിലേക്ക് കേസ് റെഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനിതര സാധാരണമായിട്ടുള്ള സംഭവവികാസങ്ങളാണ് കാണുന്നത്. വീണ്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തും. കാരണം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗവൺമെൻറ്റിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഭാഗത്തു നിന്ന് വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട്, അവർ ജയിൽ വിമോചിതയാകുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങളിൽ കോടതിയിലിരിക്കുന്ന വിഷയമാണെങ്കിൽ പോലും ഗവൺമെൻറ്റിനും പ്രോസിക്യൂഷനും ചെയ്യാൻ കഴിയുന്ന പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്നാണ് നിമിഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ്.